പാലക്കാട് വോട്ടിന് നോട്ട് ആരോപണം തന്നെയാണ് നിശബ്ദ പ്രചരണത്തിന്റെ 10 ദിവസമാകുമ്പോൾ നടക്കുന്ന പ്രധാനപ്പെട്ട ചർച്ച. അത് ചർച്ചയാവാനുള്ള കാരണം അതിന്റെ തെളിവടക്കം അത് പുറത്തേക്ക് വരുന്നു എന്നുള്ളതുകൊണ്ടാണ്. ഇലക്ഷൻ കമ്മീഷൻ നടപടി എന്താകും എന്നുള്ള ആകാംക്ഷ ഈ സമയം അന്തരീക്ഷത്തിൽ നിൽക്കും. നടപടി ഉണ്ടാകുമോ എന്ന കാര്യം, അതോ ഫ്ലൈയിങ് സ്ക്വാഡ് പറഞ്ഞതുപോലെ അമ്മയുടെ മൊഴി മുഖവരയ്ക്കെടുത്ത് ഓക്കെ എന്ന് പറയുകയാണോ കമ്മീഷൻ എന്ന കാര്യം നോക്കണം. എന്തായാലും ആ വിഷയത്തിൽ CPM ജനറൽ സെക്രട്ടറി MABയുടെ പ്രതികരണമുണ്ട്. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് താഴെ തലത്തിൽ നിന്നും സഖാക്കൾ ഞങ്ങളോട് സംസാരിക്കുമ്പോൾ ചൂണ്ടിക്കാട്ടി പോന്നിട്ടുള്ള ഈ ഒരു കാര്യമാണ്. വോട്ട് കരസ്ഥമാക്കാൻ വേണ്ടി വൻതോതിൽ കൈക്കൂലി തന്നെ കൊടുക്കുന്നത് പോലെ വോട്ടിന് പണം, വോട്ടിന് നോട്ടുകെട്ട് എന്നുള്ള ഒരു സമ്പ്രദായം വന്നിരിക്കുന്നു. ഇത് തടയാൻ കർശനമായിട്ട് ഇടപെടേണ്ടത് ഇലക്ഷൻ കമ്മീഷനാണ്. പക്ഷേ ശ്രീ ഗാനേഷ് കുമാറിൻ്റെ നേതൃത്വത്തിലുള്ള ഇലക്ഷൻ കമ്മീഷൻ ഇപ്പോൾ ഏതാണ്ട് ഇന്ത്യ ഭരിക്കുന്ന BJPയുടെ നേതൃത്വത്തിലുള്ള NDAയുടെ ഒരു എക്സ്റ്റൻഷൻ ആയിട്ടാണ് ഇലക്ഷൻ കമ്മീഷൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരം വിഷയങ്ങളിൽ പിടികൂടപ്പെടുന്ന ആളുകൾ BJPയുടെ വക്താക്കളാണ്, BJPയുടെ നേതാക്കന്മാരാണെങ്കിൽ അവരെ തെരഞ്ഞെടുപ്പ് ചട്ടപ്രകാരം ശിക്ഷിക്കാൻ ഇലക്ഷൻ കമ്മീഷന് BJPയുള്ള ചായ്വ് നേരത്തെ CPM കോൺഗ്രസ് അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ പറയുന്നതാണ്. വോട്ട് ചോരി സമയത്തൊക്കെ കാര്യമായി തന്നെ കേട്ടതാണ്. ഏറ്റവും ഒടുവിൽ ഈ പറയുന്ന BJPയുടെ സീല് പതിച്ച രാഷ്ട്രീയ പാർട്ടികൾക്ക് പോയ കത്തിന്റെ സമയത്ത് അതൊന്നുകൂടി കടുപ്പിച്ചതാണ്. ഇതിന്റെ കൂടെ നടപടി ഉണ്ടാകുമോ എന്നുള്ളതാണ് അതിനോടൊക്കെ ചേർത്ത് വെച്ച് CPM കോൺഗ്രസും ചോദിക്കുന്നത്. അത് കാത്തിരുന്ന് കാണേണ്ടതുമാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.